എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ റോ ആൻഡ് ഡ്രീമി. ഇന്ന് ഞാൻ ബാൽക്കണിയിൽ കുറച്ച് ചെടികൾ വെക്കുന്നതാണ് കാണിക്കുന്നത്. ചെടികൾ വാങ്ങാനായിട്ട് ഞാൻ ബേവേയിലേക്ക് വന്നു. ബേവേയിൽ ഇത് പ്ലാന്റ്സിൻ്റെ സെക്ഷനാണ്. ബേവേയിൽ പ്ലാന്റ്സ് മാത്രമല്ല, ഇത് പ്ലാന്റ്സും ചട്ടികളും അതിനുവേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. വളം, മണ്ണ് എല്ലാം ഉണ്ടാവും. അതുകൂടാതെ ഈ ബേവ എന്ന് പറയുന്നത് ഒരു വലിയ ഷോപ്പിംഗ് ചെയിൻ തന്നെയാണ്. ഇവിടെ വീടുകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ വരെ അവൈലബിൾ ആണ്. പിന്നെ ഇലക്ട്രിക് മെറ്റീരിയൽസ്, ബൾബ്സ്, പ്ലംബിങ്, അങ്ങനെ എല്ലാം തന്നെ ഉണ്ട്. ഈ ഒരു സെക്ഷൻ അവർ പ്ലാന്റ്സിന് വേണ്ടിയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ കുറേ വെറൈറ്റി ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മാസം ഞാൻ വന്നപ്പോൾ ഇത്ര ഉണ്ടായില്ല. ഇതിപ്പം കുറേ പൂക്കൾ പൂത്തു തന്നെ നിൽക്കുന്നുണ്ട്. ഇതെല്ലാം ആൾക്കാർ ഒരു സ്പ്രിങ് സ്റ്റാർട്ടിങ്ങിലും പിന്നെ ഒരു സമ്മറൊക്കെ ആകുമ്പം വാങ്ങി തുടങ്ങും. അപ്പോഴാണ് ഒരുപാട് കളക്ഷൻസ് വരിക. കാരണം വിൻ്റർ അല്ലെങ്കിൽ ആ തണുപ്പ് സർവൈവ് ചെയ്യാൻ ഈ ചെടികൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ ഒരു ചൂട് തുടങ്ങുന്ന സമയത്താണ് ഇവിടെ ഇത്രയും കളക്ഷൻസ് വരാറുള്ളത്. ഇത് കോവയ്ക്കാണെന്ന് തോന്നുന്നു. ഈ ഒരു സെക്ഷൻ വെജിറ്റബിൾസിൻ്റെയാണ്. ഇവിടെ ഒരു വെറൈറ്റി മത്തങ്ങയുണ്ട്. ഇത് മത്തങ്ങയാണ്, നമ്മുടെ സെയിം മത്തങ്ങയുടെ ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഷേപ്പ് ഒരു ഗതയുടെ ഷേപ്പാണ്. ഇത് തണ്ണിമത്തങ്ങയുടെ ചെടിയും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് എല്ലാം വെജിറ്റബിൾസിൻ്റെ സെക്ഷനാണ്. ഇത് പിന്നെ മണ്ണിൻ്റെ സെക്ഷൻ. പല പൂക്കൾക്ക് വേണ്ടിയിട്ട്, പൂച്ചെടികൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെ പല ചെടികൾക്കും പല ടൈപ്പ് ഓഫ് മണ്ണുകളാണ്. ഇത് കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ റോസ ചെടിക്കുള്ള മണ്ണാണിത്. നേരത്തെ കണ്ട് നമ്മുടെ ജെറേനിയത്തിനുള്ള മണ്ണായിരുന്നു. അങ്ങനെ ചെടികളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് അതിനു വേണ്ട വളവും പിന്നെ അതിന് വേണ്ട മണ്ണിൻ്റെ ഒരു സ്ട്രക്ചറും എന്ന് വെച്ചാൽ ചിലതിന് കൂടുതൽ ചകിരിച്ചോറ് വേണ്ടി വരുമായിരിക്കും, ചിലതിന് കുറച്ച് വുഡിൻ്റെ ചെറിയ കഷ്ണങ്ങൾ വേണ്ടി വരും. അങ്ങനെ ഏതൊക്കെ ചെടികൾക്കാണോ എങ്ങനത്തെ ടൈപ്പാണോ മണ്ണ് വേണ്ടത് അതനുസരിച്ചിട്ടാണ് അവർ പ്രിപ്പയർ ചെയ്യുന്നത്. ഇതെല്ലാം ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സാണ്. ഈ ഒരു സെക്ഷനിൽ ഇത്തവണ കുറച്ച് ചെടികൾ കുറവാണ്. സാധാരണ ഇത് ബേവയുടെ കുറച്ചുകൂടി ഉൾഭാഗത്തേക്കാണ്. നമ്മൾ നേരത്തെ കണ്ടത് ഡയറക്റ്റ് പുറത്തായിരുന്നു. ഇവിടെ അവർ ഹീറ്റിംഗ് പ്രൊവൈഡ് ചെയ്തിട്ട് വിൻ്റർ ടൈമിൽ ഈ ഭാഗത്താണ് ചെടികൾ വെക്കാറുള്ളത്, നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം. ഇതേ നാരങ്ങയൊക്കെ ഉണ്ട് ഇവിടെ. എന്താണ്, ഞങ്ങളുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. ഞങ്ങളിതേ പോവാണ്. ഇന്ന് വാങ്ങിയത് ഈ ഒരു മത്തങ്ങ വാങ്ങി, പിന്നെ 5 ജെറേനിയം വാങ്ങി, 2 പിങ്കും 2 റെഡും 1 വൈറ്റും വാങ്ങി. പിന്നെ തണ്ണിമത്തങ്ങ ഒരെണ്ണം വാങ്ങി, 2 ചട്ടികൾ വാങ്ങി നമ്മുടെ വെജിറ്റബിൾസിൻ്റെ വെക്കാൻ. പിന്നെ പൂവിൻ്റെ മണ്ണ് 10 ലിറ്ററും പച്ചക്കറിയുടേത് ഒരു 20 ലിറ്റേഴ്സുമാണ് വാങ്ങിയത്. ഈ 2 ചട്ടികളിലാണ് നമുക്ക് ജെറേനിയം വെക്കേണ്ടത്. അപ്പം ജെറേനിയത്തിൻ്റെ മണ്ണല്ല ശരിക്കും ഇത് നോർമലി ഒരു പൂക്കളുടെ മണ്ണെന്ന് എഴുതിയിട്ടുള്ളൂ. ഇന്നലെയായിരുന്നു ഞാൻ പോയി വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയും രാത്രിയായി ഉണ്ടായിരുന്നു. ശരിക്കും 8 മണി ആയിരുന്നു. 8 മണി വരെ ഷോപ്പുള്ളൂ. അപ്പം പെട്ടെന്നൊരു കണ്ടൊരു മണ്ണെടുത്ത് വന്നേ ഉള്ളൂ. ഇവിടെ ജെറേനിയത്തിന് സ്പെസിഫിക് വേറെ മണ്ണ് തന്നെ ഉണ്ട്. ഇത് വെട്ടാലും വളരുമെന്ന് വിചാരിക്കണു, നോക്കാം. പിന്നെ ഈ ഒരു ചട്ടിയിൽ ഞാൻ 2 ജെറേനിയം പിങ്ക് വെക്കാമെന്നാണ് കരുതുന്നത്. ഇതിൻ്റെ 2 ബ്രാഞ്ചസ് പൊട്ടിയിട്ടുണ്ടായിരുന്നു, അത് കളയാം. അതൊന്നും കുഴപ്പമില്ല. ഇതിലൊരു ചെറിയൊരു കഷ്ണമാണെങ്കിൽ തന്നെ അത് നന്നായിട്ടുണ്ടാവും. ഇത് നല്ല ബുഷിയായിട്ട് ഒരുപാട് ബ്രാഞ്ചസ് വന്ന് ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ഈ ജെറേനിയം. ഈ യൂറോപ്പിൻ്റെ ഈ ഒരു സൈഡിലേക്ക്, ജർമ്മനി, ഓസ്ട്രിയ, സ്വിറ്റ്സ്, ഈ ഒരു സൗത്ത് കോർണർ, ആ ഒരു സൈഡിലേക്ക് ഈ ചെടികൾ കുറേ കണ്ടിട്ടുണ്ട്. കാരണം ലെസ് മെയിൻ്റനൻസ് ആണ്, നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. അത് ബുഷിയായിട്ട് ഉണ്ടായി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. കഴിഞ്ഞ വർഷം ഞാൻ വാങ്ങിയില്ല, അതിന് മുന്നത്തെ വർഷം ഞാൻ കുറേ ചട്ടികളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഭംഗിയായിരുന്നു, എല്ലാം തന്നെ പൂത്തിട്ടുണ്ടായിരുന്നു. ഈ ചട്ടിയിൽ റെഡ് 2 ഒരു വൈറ്റുമാണ് വെച്ചത്. ഇതെല്ലാം വെച്ചിട്ട് കുറച്ച് പൂക്കളുടെ മണ്ണ് ബാക്കിയുണ്ട്. ഇത് അടുത്ത തവണത്തേക്ക് ഉപയോഗിക്കും. ഇനി നമുക്ക് പച്ചക്കറികൾ 2 ഇല്ലേ, മത്തങ്ങയും പിന്നെ തണ്ണിമത്തങ്ങയും, അത് 2 വെക്കാൻ ഈ വലിയ ചട്ടിയിൽ വെക്കാം. അതിലേക്ക് വേണ്ടിയുള്ള മണ്ണ് ഫില്ല് ചെയ്തു, പച്ചക്കറികളുടെ മണ്ണ് 2നും ഫില്ല് ചെയ്തു, എല്ലാം സെറ്റ് ചെയ്തു. ഈ ഒരു 2 ചട്ടികളിലും ജെറേനിയം വെച്ചു. നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് ഇപ്പം തന്നെ. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ചെടികൾ കഴിഞ്ഞ വർഷത്തെ തന്നെ ബാക്കിയുണ്ടായിരുന്നു. ഇത് വിൻഡർ സർവൈവ് ചെയ്ത ഒരു ചെടിയാണ്. ഒരു വൈറ്റ്, ഒരു ചെറിയ പൂ ഉണ്ടാവും. ഇതിൽ കണ്ടോ ഒരു വയലറ്റ്, ഇതുപോലത്തെ വൈറ്റ് ഉണ്ടാവും മറ്റേ ചെടിയിൽ. ഇത് മുന്തിരിയുടെ ചെടിയാണ്. ഇതും വിൻഡർ എന്താണ് സർവൈവ് ചെയ്തോളും. ചില ചെടികൾക്കൊന്നും കുഴപ്പമില്ല, തണുപ്പത്ത് അങ്ങ് കമ്പ് മാത്രമായി നിന്നിട്ട് പിന്നെ അടുത്ത സമ്മർ വരുമ്പോൾ ഇലകളെല്ലാം വരും. ഇത് സ്ട്രോബെറിയാണ്.
സ്ട്രോബെറിയിലും 2-3 കായ്കൾ ഉണ്ടായിട്ടുണ്ട്, ഒരു പൂവും ഉണ്ടായിരുന്നു. അത് കായ്ച്ചോളും. ഇത് നന്നായിട്ട് കായ ഉണ്ടാകുന്നതാണ് ഇവിടെ സ്ട്രോബെറി. ഒരു 2 മാസം കഴിയുമ്പോഴേക്ക് ഇവിടുത്തെ സ്ട്രോബെറി ഫീൽഡെല്ലാം ഹാർവെസ്റ്റിംഗ് തുടങ്ങും. അവിടെ നമുക്ക് തന്നെ പോയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള സ്ട്രോബെറി പെറുക്കി എന്ന് വെച്ചാൽ ഹാർവെസ്റ്റിംഗ് ചെയ്ത് നമുക്ക് തന്നെ കൊണ്ടുവരാം. അങ്ങനെയുള്ളതെല്ലാം ഉണ്ടാവും. എന്തോ ഒരു എൻട്രൻസ് ഫീ കൊടുത്താൽ നമുക്ക് ആവശ്യമുള്ളത് പറിച്ചെടുക്കാം. പിന്നെ ഇത് കഴിഞ്ഞ മാസം വാങ്ങിയതായിരുന്നു. ഇത് ഫിലാഡൻഡ്രോൺ. ഇതിന് കുറച്ച് സൺബേൺ അടിച്ചിട്ടുണ്ട്. ഇത്രയും ഡയറക്റ്റ് സൺലൈറ്റ് ഇതിന് വേണ്ട. ഈ ഒരു സൈഡിലോട്ട് ഡയറക്റ്റ് ഒരു നല്ല വൈകുന്നേരം ആകുമ്പം ഈ ഒരു സൈഡിലോട്ട് ലൈറ്റ് അടിക്കും. അങ്ങനെയാണ് അതിൻ്റെ ലീവ്സ് എല്ലാം ഒന്ന് കുറച്ച് സൺബേൺ ആയത്. പിന്നെ അപ്പം ഈ ഒരു സൈഡിൽ പൂക്കളുടെ എല്ലാം ഡെക്കറേഷൻ കഴിഞ്ഞു. ഇനി ഈ സൈഡിലുള്ളതാണ് നമ്മുടെ വെജിറ്റബിൾസ്. ഇതെല്ലാം കഴിഞ്ഞ തവണ ഞാൻ കാണിച്ചതാണ്. ഇത് വഴുതിനങ്ങയാണ്. അതിന് പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തേക്കാൾ 2-3 പൂക്കൾ കൂടെ കൂടിയിട്ടുണ്ട്. പിന്നെ ഇതിൽ തക്കാളി കുറച്ച് വലുതായിട്ടുണ്ട്. ഇത് ഞാനിപ്പം കഴിഞ്ഞ ഏപ്രിൽ 30-നായിരുന്നു നട്ടത്. ഇതിപ്പം 2 ആഴ്ച കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്കും തന്നെ നന്നായിട്ട് പിടിച്ചു. എല്ലാത്തിനും പൂവും കായകളൊക്കെ വലുതായി വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മുടെ പുതിയ 2 ചെടികളെയും ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഈ ഒരു പച്ചക്കറി സെക്ഷനിൽ വെച്ചിട്ടുണ്ട്. മറ്റേ സൈഡിൽ പൂക്കളുണ്ട്. അതിൻ്റെ എല്ലാത്തിൻ്റെ അപ്ഡേറ്റ്സ് ആയിട്ട് നമ്മൾ അടുത്ത തവണ ഞാൻ ഇനിയും വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു. ബൈ.